ഈ തെരച്ചിലിൽ രണ്ട് മൃതദേഹങ്ങളെന്ന് സംശയമുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ ആ മേഖലയിലല്ല ഉള്ളത്, ഷഹദ് നിൽക്കുന്ന മേഖലയിലല്ല ഞാൻ നിൽക്കുന്നത്. ഈ ചൂരൽമല ഭാഗത്താണ്. ഇവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. ബന്ധുക്കൾ അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ തെരച്ചിൽ സംഘത്തിന് കിട്ടിയിട്ടുള്ള ചില ആ വീടിൽ തകർന്നടിഞ്ഞ ഈ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഖുറാൻ്റെ ഒരു പതിപ്പും അതുപോലെ ചില പുസ്തകങ്ങളും ഒക്കെ, അതുപോലെ ലാപ്ടോപ്പും അതുപോലെ ഒരു കുടുംബ ചിത്രവും കിട്ടിയിട്ടുണ്ട്. ആധാർ കാർഡ്, എന്താ പേര് ആധാർ കാർഡിൽ? രവീന്ദ്രൻ PV, വാസു, പോത്തൻപാടം, വെള്ളരിമല, മേപ്പാടി. ഒരു ആധാർ കാർഡിന്റെ കോപ്പിയാണ് വേണു കിട്ടിയിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് രവീന്ദ്രൻ PV, സൺ ഓഫ് വാസു, പൊത്തൻപാടം, വെള്ളരിമല, മേപ്പാടി, വൈത്തിരി, വയനാട് എന്നാണ്. അതേപോലെ ഒരു ATM, അതുപോലെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവരാരെങ്കിലും തിരിച്ചറിഞ്ഞാണോ? ഇത് കൺട്രോൾ റൂമിന് കൊടുക്കാനുള്ള ചിത്രങ്ങളാണ്. വേണു, ഈ പരിശോധനകളിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇതൊക്കെ. വീട്ടിനകത്ത് ഒരു ലാപ്ടോപ്പും അതുപോലെ തന്നെ അവരുടെ ഒരു കുടുംബ ചിത്രവും പിന്നീട് ഈ ആധാർ കാർഡിന്റെ ഒരു കോപ്പി, പിന്നെ ചില പാസ്പോർട്ട് ചിത്രങ്ങൾ, ഇത്രയുമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വീട്ടിനകത്ത് ഇപ്പോഴും പരിശോധനകൾ നടക്കുകയാണ്. ഈ വീട്ടിന്റെ അവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയാണ് കിട്ടിയത്? എന്താ കിട്ടിയത്? ഞങ്ങൾക്കിപ്പോൾ ഒരു 3 ഖുർആൻ കോപ്പി കിട്ടി. അതുപോലെ പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഡ്രില്ല് മെഷീനുകൾ, അതുപോലെ ഒരുപാട് തെരഞ്ഞ സമയത്ത് കിട്ടിയതായിരുന്നു. കിട്ടിയെന്നുള്ള റിപ്പോർട്ട് കൺട്രോൾ റൂമിന് കൊടുത്തു. അപ്പൊ അവർ അവിടെ വിളിച്ച് ചോദിച്ചിട്ടാണ് അവർ പറഞ്ഞത് അതിന്റെ ഓണർ വിളിച്ചിട്ട് ഈ സാധനം തിരിച്ചുകൊണ്ട് അവിടെ കൺട്രോൾ റൂമിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തിട്ട് പോകുന്നത്. വേറെ ഒന്നും അവിടെ ഇല്ല. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് കുറച്ച് വീടുകളിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. വേണു, ഇത്രയാണ് ഇപ്പോൾ തരാനുള്ള വിവരങ്ങൾ. മറ്റ് ഈ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഷഹദും അതോടൊപ്പം ശ്രീജിത്തും പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വേണു, ചൂരൽമലയിൽ നിന്നാണ് ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോപി, 11 മണിവരെ തിരച്ചിൽ, ഈ ജനകീയ തിരച്ചിൽ അങ്ങനെ തന്നെയാണോ അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത്? അതിനുശേഷം ഈ നമ്മുടെ ഫയർഫോഴ്സ്, അങ്ങനെ ഡോഗ് സ്ക്വാഡ് അവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആ മേഖലയിലുള്ള തിരച്ചിൽ തുടരാം എന്നാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ? നിലവിൽ വേണു, ഈ ജനകീയ തിരച്ചിലാണ് 11 മണിവരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമയം പരിമിതപ്പെടുത്താനുള്ള കാരണം നേരത്തെ വേണു പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കാര്യങ്ങളുടെ പരിശോധന നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നത്. അതേസമയം തന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ NDRFന്റെയും ഒക്കെ സംഘങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരുടെ തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കും. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയത് കൊണ്ട് തന്നെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു തിരച്ചിലായിരിക്കില്ല 11 മണിക്ക് ശേഷവും നടക്കുക. സ്വാഭാവികമായും പ്രധാനമന്ത്രി എത്തുന്ന ഇടങ്ങൾ, അദ്ദേഹം പോകാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ, അവിടെയൊക്കെ തന്നെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആ മേഖലകളിലേക്ക് തിരച്ചിൽ നിയന്ത്രിക്കപ്പെടും എന്നതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ 11 മണിവരെയാണ് ഊർജിതമായ തിരച്ചിലുള്ളത്. അപ്പോഴും നേരത്തെ കണക്ക് കൂട്ടിയതുപോലെ 190 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. 191 പേർ ഈ തിരച്ചിലിന്റെ ഭാഗമാകുമെന്ന് കരുതിയിരുന്നു. അതൊന്നുമില്ല. 15 പേരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയാണ് ഈ ഒരു സന്ദേശം ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം 6 മണി മുതൽ 11 മണി വരെ തിരച്ചിലിനായി സമയം അനുവദിച്ചിരുന്നു. 191 പേരുടെ പട്ടിക തയ്യാറാക്കിയിരുന്നു. പക്ഷേ വൈകി എത്തിയ സന്ദേശത്തിൽ പിന്നീട് അത് 8 മണിക്ക് തുടങ്ങുമെന്നാക്കി. പക്ഷേ തുടങ്ങിയപ്പോൾ 9 മണി കഴിഞ്ഞു. 11 മണി വരെയാണ് അനുവദിക്കപ്പെട്ട സമയം. അപ്പോൾ ഇതിനൊരു ജനകീയ തിരച്ചിൽ എന്ന പരിപൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ മുഹമ്മദ് റിയാസ് 24 സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനകീയ തിരച്ചിൽ ആ അർത്ഥത്തിൽ, പൂർണ്ണമായ അർത്ഥത്തിൽ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ എന്നത് ഞായറാഴ്ചയായിരിക്കും. അത് രാവിലെ മുതൽ വൈകിട്ട് വരെ അങ്ങനെ ഒരു തിരച്ചിൽ നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ ഏതാണ്ട് ഒരു 25 മിനിറ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വേണു, അതുകൊണ്ട് ഈ തിരച്ചിലിൽ ഇപ്പോൾ ഷഹദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളോ എന്ന സംശയം തോന്നുന്ന ഇടങ്ങളിലൊക്കെ ഈ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്നിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ആ പ്രദേശങ്ങളിൽ, ആ മേഖലയിൽ എന്തെങ്കിലും ഒരു അങ്ങനെ സംശയകരമായ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കുഴിച്ചു നോക്കി പരിശോധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ രീതി. അതുകൊണ്ട് ഷഹദിന് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയും. നിലവിൽ ഇവിടെ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. ബന്ധുക്കൾ അവരുടെ വീടുകളിലെത്തി അവർ ആ വീടുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചൂരൽമലയിൽ നിന്നാണ് KR ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. ജനകീയ തെരച്ചിൽ ഇനിയിപ്പോൾ ഏതാണ്ട് കഷ്ടി 15 മിനിറ്റ് കൂടെ ഉണ്ടാകുകയുള്ളൂ. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് മുണ്ടക്കൈയിൽ 2 മൃതദേഹങ്ങളുണ്ട് എന്ന സംശയം ഉയരുന്നു എന്നതാണ്. ആ ഭാഗത്ത് നിന്ന് തിരച്ചിലിനിടയിൽ ഈ ഗന്ധം വരുന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുന്നു. ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്.